ഒരു കാലത്ത് കോട്ടയത്തെ സിനിമാ പ്രേമികൾ തിരശ്ശീലയിൽ ഇഷ്ടപ്പെട്ട താരങ്ങളെ കണ്ട് കയ്യടിച്ച രാജ്മഹൽ തിയേറ്റർ പ്രദർശനം നിർത്തി. 1947 തുടങ്ങിയതാണ് തിയേറ്റർ. ഒരു കാലത്ത് തമിഴ് സിനിമകൾ മാത്രമായിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. തിരുനക്കര നടയിലെ മേച്ചേരി മഠത്തിലെ മഹാദേവ അയ്യർ ഭാര്യ രാജത്തിന്റെ പേരിൽ പണികഴിപ്പിച്ചതായിരുന്നു ഈ സിനിമാ തിയേറ്റർ. കരിങ്കല്ലിൽ നിർമ്മിച്ച തിയേറ്ററിന്റെ പുറം ഭിത്തികൾ ഇന്നും നിലനിൽക്കുന്നു. മുൻഭാഗത്തെ തലക്കെട്ടും ഇന്നുമുണ്ട്. പണ്ടുകാലത്ത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉച്ചഭാഷിണിയിലൂടെ വയ്ക്കുന്ന പാട്ടുകൾ കേൾക്കാൻ ആളുകൾ തിയേറ്ററിന് മുൻപിൽ തടിച്ചുകൂടുമായിരുന്നു. സിനിമാ പാട്ട് കാസറ്റ് വിൽക്കുന്ന കടയും തിയേറ്ററിനോട് ചേർന്ന് ഉണ്ടായിരുന്നു. കരിങ്കല്ലിൽ നിർമ്മിച്ചതിനാൽ മികച്ച ശബ്ദ വിന്യാസം രാജ്മഹലിന്റെ പ്രത്യേകതയായിരുന്നു. വർഷങ്ങളായി കോട്ടയം ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി അനശ്വര എന്ന അറിയപ്പെട്ട രാജ്മഹൽ തിയേറ്റർ ആയിരുന്നു. തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ ഒരു കാലത്തെ സംസ്കാരമാണ് അവസാനിക്കുന്നതെന്ന് സിനിമാ നിരൂപകൻ തേക്കിൻകാട് ജോസഫ് പറയുന്നു. കോട്ടയത്തെ സാംസ്കാരിക മേഖലകളിലും സിനിമാ മേഖലകളിലുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് സംവിധായകര്, അഭിനേതാക്കള്, മറ്റ് സാങ്കേതിക വിദഗ്ധർ, ഇവരൊക്കെ ഈ അനശ്വര തിയേറ്ററിൻ്റെ പരിസരങ്ങളിൽ ഈ ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ അവരെ ഉണ്ടാകും. അവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയും സൗഹൃദങ്ങൾ പുതുക്കുന്നതിനുള്ള അവസരവുമൊക്കെ ലഭ്യമായിരുന്നു. ഇന്ന് അതെല്ലാം നമുക്കിപ്പോൾ നഷ്ടപ്പെടുകയാണ്. സിനിമ ഇന്ന് ഓൺലൈനിലേക്ക് മാറിയെന്ന് നമുക്കറിയാം. കോട്ടയത്തെ ആശ അനുപമ തിയേറ്ററുകളുടെ ഉടമസ്ഥരായ സെൻട്രൽ പിക്ചേഴ്സ് 83 കാലഘട്ടത്തിൽ തിയേറ്റർ പണിതവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അക്കാലത്തിലെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി തിയേറ്റർ നവീകരിച്ചു. അനശ്വര എന്ന പേരുമിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. DTS ശബ്ദ സംവിധാനങ്ങളും ഇന്റീരിയലുകളും ചെയ്ത് തിയേറ്റർ നവീകരിച്ചു പോന്നിരുന്നു. ഇപ്പോൾ നിലനിൽപ്പ് പാടായപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് തിയേറ്റർ ഇരിക്കുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങി. തിയേറ്റർ പൊളിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം ഇതുവഴിയാക്കും. നഗരത്തിലെ തിയേറ്ററുകൾ അടച്ചു തുടങ്ങിയപ്പോൾ ഉൾപ്രദേശങ്ങളിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഒരുങ്ങുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.